നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം അസാധാരണ സംഭവങ്ങളാണ് ഓരോ പാർട്ടിയിലും ഉണ്ടാകുന്നത്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അധികം അടിത്തറയുള്ള കണ്ണൂർ ജില്ലയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. TK ഗോവിന്ദൻ ഇതാണ് കോൺഗ്രസ് പിന്തുണയോടുകൂടി ഇപ്പോൾ PK ശ്യാമള എന്ന് പറയുന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയ്ക്കെതിരെ മത്സരിക്കാനായിട്ട് പോകുന്നത്. DCCയുമായിട്ട് ചർച്ച നടത്തി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ CPയിലെ ഒരു സിറ്റിംഗ് MLA BJPയിലേക്ക് ചേർന്ന് മത്സരിക്കുന്നു. ഇവിടെ സുധാകരന് കോൺഗ്രസിന് പിന്തുണ നൽകുന്നു. ശരിക്കും പറഞ്ഞാൽ CPM-നുള്ളിൽ മാത്രമല്ല എല്ലാ പാർട്ടിയിലും ഒരു അടിത്തട്ട് മുതൽ ഒരിളക്കം അങ്ങനെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനകത്ത് വളരെ നമ്മൾ പാർട്ടിക്കകത്ത് ഇപ്പോൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പക്ഷെ വളരെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CPM-ന്റെ കണ്ണൂരിൽ നിന്ന് ആൾക്കാർ കൊഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ, നമ്മൾ കണ്ണൂരിൽ നിന്ന് പണ്ട് ഒക്കെ CPM-ന്റെ ഭാഗമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനോട് സംസാരിച്ചാൽ നമുക്ക് രോമാഞ്ചം കൊള്ളുവാണ്. കാരണം ഇതാണോ കമ്മ്യൂണിസം, ഇങ്ങനെയാണോ അവരുടെ ചിന്ത, ഇങ്ങനെയാണോ ജീവിതം? അപ്പോൾ ഒരിക്കലും അവർക്ക് ആ എത്തിക്സ് മാത്രമാണ് അവരുടെ മുതൽക്കൂട്ട്. അതിനപ്പുറം ഒരു പാർലമെൻ്ററി വ്യാമോഹമോ MLA-യോ MP-യോ മറ്റ് ഒന്നും ചിന്തിക്കാത്ത ഒരു ജീവിതശൈലി പാർട്ടി അത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് പൊതുജനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിലുള്ള ഒരു സങ്കല്പമാണ്. സാറേ, അതിനകത്തൊക്കെ വളരെ അങ്ങനെയല്ല, ഇത് വ്യത്യസ്തമായിട്ടാണ്. ഇത് മൊത്തവും ജനത്തിനെ പറ്റിക്കുന്ന രീതിയിലേക്കാണെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടല്ലേ ഇപ്പോൾ കാണുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന് പറഞ്ഞാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അവരാണ് ആ പാർട്ടി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഭരണമുള്ള സമയമാണെങ്കിൽ ഭരണത്തിനകത്ത് എന്തൊക്കെ തീരുമാനിക്കും. അപ്പോൾ അത് അത്രയ്ക്ക് വലിയൊരു പൊടിയാണ്. ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നൊക്കെ പറഞ്ഞാൽ MLA ഒന്നും ശരിക്കും പറഞ്ഞാൽ CPM-ന്റെ MLA ഒന്നും അതിൻ്റെ മുമ്പിലും ഒന്നുമല്ല. ആ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിട്ടുള്ള TK മോഹൻ അല്ലേ, അല്ല ഗോവിന്ദൻ, TK ഗോവിന്ദൻ, അദ്ദേഹം ഇപ്പം പാർട്ടി ശ്യാമളയ്ക്കെതിരെ അല്ലെങ്കിൽ ആ സീറ്റിൽ മത്സരിക്കാൻ പോവുകയാണ്. ഗോവിന്ദ മാഷിന്റെ ഭാര്യയാന്ന് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.